ഒരാളെയോ രണ്ടാളെയോ അല്ല അവൻ കൊന്നിരിക്കുന്നത്, 4 ആളെയാണ് എന്നും. തന്റെ മകനെ മാത്രമല്ല ഞാൻ ആലോചിക്കുന്നത് എന്നും ആ 13 വയസ്സുള്ള കുട്ടി, ആ കളങ്കമറിയാത്ത കുട്ടി എന്തു ചെയ്തു എന്ന് ഡോക്ടർ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛന് ഉത്തരമില്ലാതെ അവിടെ നിന്നും സങ്കടത്തോടെ ഇറങ്ങിപ്പോകുന്നു. ഹൈക്കോടതിയിൽ അവന്റെ അപ്പീൽ തള്ളിയെന്ന് പറഞ്ഞ് കടലാസ് വരുന്നു. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ വീണ്ടും വന്ന് സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ കൊടുക്കുന്നുണ്ട്. അപ്പോഴും അവൻ പറയുന്നുണ്ട്, ഇതൊന്നും വേണ്ടിയിരുന്നില്ല, ഞാൻ ചെയ്ത തെറ്റിന് അർഹിക്കുന്ന ശിക്ഷ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന്. വീണ്ടും ആ അച്ഛൻ ജയയും കൊണ്ട് ആ ഡോക്ടറെ കാണാൻ ചെല്ലുന്നു. അപ്പോഴും ആ ഡോക്ടർ അവരോട് പറയുന്നു, എനിക്ക് അവനെ തൂക്കിക്കൊല്ലുന്നത് കണ്ടിട്ട് വേണം സമാധാനത്തോടെ ഇനിയുള്ള കാലം ജീവിക്കാൻ എന്ന്. പക്ഷേ അവസാനം ഞാൻ ഒരു ചോദ്യം അവനോട് ചോദിക്കും, എന്തിനായിരുന്നു എന്റെ മകനെ കൊന്നു തള്ളിയത് എന്ന്. എനിക്ക് ആകെ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അവൻ സങ്കടത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ ജയ പറയുന്നു, അത് സത്യേട്ടൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യമാണ് എന്നും, ഞാനത് ഉറപ്പിച്ചു വെച്ചിരുന്നതാണ് എന്നും. ആ ഡോക്ടർ അതിശയത്തോടെ അവളെ നോക്കുന്നു. അപ്പോൾ വീണ്ടും അവൾ കഥ പറയുന്നു. സത്യത്തിൽ ഡോക്ടറുടെ മോനെ സത്യനെ പരിചയപ്പെടുത്തിയത് അച്ഛൻ തന്നെയായിരുന്നു. അവനെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വിജയ് എന്ന ഡോക്ടറുടെ മകനെ പരിചയപ്പെടുത്തുന്നത്. സത്യന് വിജയ് അവിടെ ജോലി കൊടുക്കുകയും നല്ല സാലറിയിൽ അവൻ അവിടെ സന്തോഷത്തോടു കൂടി തന്നെ ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ജയയെ ആ 2 സ്ത്രീകൾ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അവരുടെ ജോലി ചെയ്യാൻ വേണ്ടി. രാത്രിയിൽ ടാക്സിയുമായി വന്ന് അവളെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സത്യൻ വിജയെ കണ്ട് അവൾക്കും എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ വിജയിനോട് പറയുന്നു. അങ്ങനെ അവളും അവിടെ ജോലിയിൽ വരുന്നു. അവൾ മോഡലായി ജോലി ചെയ്യുകയും അവിടെ നിന്നും പല കമ്പനികൾക്കുള്ള മോഡലായി അവൾ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വിജയുമായി അവൾ കൂടുതൽ അടുക്കുകയും വിജയോട് പറയുന്നു, താൻ എന്റെ കൂടെ വേണം എന്നും തന്നെ ഞാൻ എന്റെ കൂടെ കൂട്ടിക്കൊള്ളാം എന്നും പറയുന്നു. ആ സ്നേഹത്തിൽ വീഴുകയും അവിടെ നിന്നും അവൾ ഗർഭിണിയാകുകയും ചെയ്യുന്നു. ഇതെല്ലാം സത്യൻ അറിയുന്നുണ്ടായിരുന്നു. ജയ ഗർഭിണിയായപ്പോൾ അത് വിജയെ അറിയിക്കുകയും അവൻ പറയുന്നു, ഞാൻ തന്നെ കെട്ടിക്കൊള്ളാമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നും വന്ന നിന്നെ ഞാൻ കെട്ടിയാൽ എന്റെ വില എന്താണെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അവൻ കുറച്ച് പൈസ അവൾക്ക് നീട്ടിയിട്ട് പറയുന്നു, ഇത് ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞോളൂ, ഇതിന്റെ പേരിൽ എന്നെ ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട എന്ന്. അപ്പോൾ ആ പൈസ തട്ടിയെറിഞ്ഞ് അവനെ തല്ലി അവിടെ നിന്നും പോകുന്നു. പിന്നീട് അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ കുഞ്ഞിനെ ഓപ്പറേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സത്യൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. എല്ലാം കഴിഞ്ഞ് സുഖമായപ്പോൾ അവൾ വീണ്ടും ആ ഓഫീസിൽ തന്നെ ചെല്ലുന്നു. അപ്പോൾ അവിടെ ജോലി ചെയ്തിരുന്ന സ്ത്രീയും വിജയും അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ വേറെ 2 ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ ലീവ് കഴിഞ്ഞു, ഞാൻ ഇനി ജോലിയിൽ കയറിക്കോട്ടെ എന്ന് അവൾ അവിടെ ഇരിക്കുന്ന ഒരാളോട് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, വിജയ് പറഞ്ഞിട്ടുണ്ട് ഇനി ആരെയും ജോലിക്ക് എടുക്കേണ്ട എന്നും അവൻ ഇവിടെ ഇല്ല എന്നും അവർ പറയുന്നു. അങ്ങനെ നിരാശയോടുകൂടെ അവൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് എത്തുമ്പോൾ അവളെ വീണ്ടും ആ സ്ത്രീകളുടെ മൂന്നാമൻ ആ പണിക്ക് പോവാൻ വേണ്ടി നിർബന്ധിക്കുന്നു. ഒരു നിവൃത്തിയുമില്ലാതെ അവൾ പറയുന്നു, ഞാൻ ഇതിന് തയ്യാറാണ് എന്ന്. അങ്ങനെ രാത്രിയിൽ അവൾ ഉടുത്തൊരുങ്ങി പൂവെല്ലാം ചൂടി ആ ടാക്സിയിൽ പോകുന്നു. ഇതെല്ലാം കണ്ട് സത്യൻ ജനലിൽ കൂടെ സങ്കടത്തോടെ നോക്കി നിൽക്കുന്നു. ഇതിന്റെ ബാക്കി പാർട്ട് കാണുന്നതിന് വേണ്ടി ഒന്ന് സബ് ചെയ്തേക്കണേ.